മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതിയിൽ നിന്ന് ഭൂരിഭാഗം സീറ്റുകളിലും ബി.ജെ.പി മത്സരിച്ചേക്കും. 288 അംഗ സഭയിൽ 140 മുതൽ 150 വരെ സീറ്റുകളിൽ ബി.ജെ.പി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 80 സീറ്റുകളിലും അജിത് പവാറിന്റെ എൻ.സി.പി 55 സീറ്റുകളിലും മത്സരിക്കാനാണ് സാധ്യത. സീറ്റ് വിഭജനത്തെക്കുറിച്ച് ബി.ജെ.പി, ശിവസേന, എൻ.സി.പി കക്ഷികൾ ചർച്ചയിലാണ്. സഖ്യത്തിലെ ചെറിയ സഖ്യകക്ഷികൾക്കായി 3 സീറ്റുകൾ നീക്കിവച്ചിട്ടുണ്ട്. എൻ.ഡി.എ മഹായുതി സഖ്യം കോൺഗ്രസ്, ശിവസേന, എൻ.സി.പി എന്നിവ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി എന്ന ശക്തമായ പ്രതിപക്ഷ സഖ്യത്തെയാണ് നേരിടുന്നത്. മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 48 ലോക്സഭാ സീറ്റുകളിൽ 30 സീറ്റും നേടിയത് മഹാവികാസ് അഘാഡിയായിരുന്നു. മഹായുതി സഖ്യത്തിന് 17 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 2019 മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെയും അവിഭക്ത ശിവസേനയുടെയും സഖ്യം വൻ വിജയം നേടിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ബി.ജെ.പിയും ശിവസേനയും പിരിയുകയായിരുന്നു. പിന്നീട് ശിവസേന മേധാവി ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസുമായും എൻ.സി.പിയുമായും സഖ്യമുണ്ടാക്കി. അതിനിടെ 2022 ശിവസേനയുടെ ഉന്നത നേതാവ് ഏക്നാഥ് ഷിൻഡെ നയിച്ച കലാപം മഹാരാഷ്ട്ര സർക്കാരിനെ അട്ടിമറിച്ചു. തുടർന്ന് ഷിൻഡെ ബി.ജെ.പിയുമായി ചേർന്ന് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. അധികം വൈകാതെ എൻ.സി.പിയെയും ബി.ജെ.പി പിളർത്തി. ശരത് പവാറിന്റെ അനന്തരവനും പാർട്ടി നേതാവുമായ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നേതാക്കൾ പാർട്ടിയെ പിളർത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമായി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം മഹാവികാസ് അഘാഡിക്ക് പുതിയ ഊർജമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് നിയമസഭാ തിരഞ്ഞെടുപ്പ് അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. അതേസമയം മഹാവികാസ് അഘാഡി തങ്ങളുടെ സീറ്റ് വിഭജന ക്രമീകരണം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനിടയിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്ന ഒരു സർവേ ഫലം ബി.ജെ.പിക്കും ഭരണകക്ഷിയിലെ മറ്റ് പ്രധാന അംഗങ്ങളായ ശിവസേന, എൻ.സി.പി പാർട്ടികൾക്കും ഒട്ടും ആശ്വാസമല്ലാതെയാണ് പുറത്തുവന്നിരിക്കുന്നത്. പ്രമുഖ ഏജൻസിയായ ലോക്പോൾ നടത്തിയ സർവേയിലാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത്. ലോക്പോൾ പുറത്തുവിട്ട സർവേ പ്രകാരം മഹാവികാസ് അഘാഡി സഖ്യം 141 മുതൽ 154 സീറ്റുകൾ വരെ നേടി സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തിയേക്കുമെന്നാണ്. നിലവിലെ ഭരണകക്ഷിയായ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക എന്നാണ് ലോക്പോൾ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യം കേവലം 115 മുതൽ 128 വരെ സീറ്റുകൾ മാത്രമായിരിക്കും നേടുക എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതോടെ ബി.ജെ.പിയുടെ ഭരണ തുടർച്ച എന്ന മോഹത്തിനുമേൽ സർവേ ഫലം കരിനിഴൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ 5 മുതൽ 18 വരെ സീറ്റുകൾ വരെ നേടാനാണ് സാധ്യതയെന്നും സർവേ പറയുന്നുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യമെന്തെന്നാൽ വോട്ട് ശതമാനത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റമാണ് എൻ.ഡി.എ സഖ്യം കാഴ്ചവെക്കുന്നത് എന്നാണ്. സംസ്ഥാനത്തെ ആകെ 288 സീറ്റുകളിൽ നിന്നായി 44% വരെ വോട്ട് ഷെയർ വരെ എൻ.ഡി.എ സഖ്യം നേടുമെന്ന് സർവേ ഫലം പറയുന്നുണ്ട്. എന്നാൽ എൻ.ഡി.എയുടെ വോട്ട് ശതമാനം പരമാവധി 41% വരെ മാത്രമായിരിക്കും.